അതൊരേ കൂറ്റം പണിയായിരിക്കും. അമേരിക്കയിലേക്കുള്ള അവന്റെ പോക്ക് നടക്കില്ലെന്ന് മാത്രമല്ല, ആ അനന്തപിള്ളയുടെ മകളുമായിട്ടുള്ള കല്യാണവും നടക്കില്ല. അതിന് കണ്ട സ്വപ്നം അങ്ങ് മറന്നേക്ക്. അയ്യോ, അത് നിങ്ങൾ പറയുന്ന പോലെയൊന്നും അല്ല. അംബികയ്ക്ക് മാനസാന്തരം വന്നു. അവള് കുഞ്ഞാടായി. ഓഹോ, ആശ്രമം തുടങ്ങാൻ പോകുന്നെന്നാ കേട്ടത്. പേരും മാറ്റി. ഓ, മാതാ ദിവാംബിക. അതാ നിങ്ങൾ ശിക്ഷയാവ്. അതെ, മാതാ കൊച്ചമ്മിണി. കാശ് കിട്ടിയാൽ ഞാൻ മാതാവല്ല പിതാവും ആവും. ഇനി നമുക്കൊരു ശോകഗാനം പാടാം. അതെന്തിനാ വല്യമ്മേ? അംബിക പോവുകയല്ലേ. എന്തായാലും അംബിക ഉണ്ടായിരുന്നപ്പോ ഒരു ഉത്സവമായിരുന്നു. രാധമേ, ഞാൻ പോയിട്ട് വരട്ടെ. പോവണ്ടെന്ന് പറഞ്ഞാ പോവാതിരിക്കില്ലല്ലോ. മാഡം പോയിട്ട് വാ. അപ്പോ എല്ലാവരോടും കൂടി ഞാൻ പോയിട്ട് വരാം. എടി മരുമോളെ, നീ വേഗം പോയി ഇത്തിരി പശുച്ചാണകം കലക്കി കൊണ്ടുവാ. എന്തിനാ, നിങ്ങക്ക് കുടിക്കാനാണോ? അല്ല, എനിക്ക് കുടിക്കാനൊന്നുമല്ല. ഇവിടെയൊക്കെ ഒന്ന് തളിച്ച് ശുദ്ധി വരുത്താൻ. യോ, ഒരു മഹാബാധയല്ലേ ഒഴിഞ്ഞു പോയത് അംബിക. ശ്രീ, നീ എന്തിരിപ്പായി ഇരിക്കുന്നേ? എന്താ പറ്റിയ നിനക്ക്? ഒന്നുമില്ല. ഒന്നുമില്ല എന്ന് പറയുന്നത് മനോഹരമായ ഒരു കള്ളമല്ലേ? ഈ മുഖം കണ്ട എനിക്ക് മനസ്സിലാവുമല്ലോ നിനക്ക് എന്തൊക്കെയോ വിഷമങ്ങളുണ്ടെന്ന്. ഒന്നുമില്ല, എനിക്കിപ്പോ പ്രത്യേകിച്ച് പ്രശ്നങ്ങളൊന്നുമില്ല. ഹരീഷിന് തോന്നുന്നതാ. ഇത് തന്നെയാ തക്കം. ഈ അവസരം മുതലാക്കി ഇവനെ അങ്ങ് കൊണ്ടുപോകാം. നിന്റെ ഉള്ളിലെ കുറെ പ്രശ്നങ്ങളൊക്കെ എനിക്ക് മനസ്സിലാവുന്നുണ്ട്. ആ കുഞ്ഞിനെ നഷ്ടപ്പെട്ടതോടെ നീ ഒരർത്ഥത്തിൽ ആകെ തകർന്നു. ശ്രീ, വിഷമിക്കല്ലേ. ഇത്തരം കാര്യങ്ങളൊക്കെ ഓർക്കാതിരിക്കാൻ ശ്രമിക്കേ, അതാണ് നല്ലത്. ആ, ഏത് നേരവും കരച്ചിലും പിഴിച്ചിലും ആയി കൊച്ചിന്. ഞാനിപ്പോ അങ്ങനെ ഇരുന്ന് കരയാറൊന്നുമില്ല. ഹരീഷേ, ദേ, ഇതൊക്കെ നിന്നെ വിഷമിപ്പിക്കാതിരിക്കാൻ ഇവള് ചുമ്മാ പറയുന്നതാ. ഇവിടെ സങ്കടം കാണുന്നത് ഞാനല്ലേ. ഹരീഷേ, നീ ഇങ്ങ് വന്നേ. ഇങ്ങ് വാടാ. എന്താ അമ്മേ? നമുക്കേ അത്യാവശ്യമായിട്ട് ഒരു സ്ഥലം വരെ പോണം. എവിടേക്ക്? നിന്റെ ഭാര്യയുടെ കാര്യത്തിന് തന്നെയാ. നീ വേഗം റെഡിയായി വന്നേ. ഞാനെന്നാ റെഡിയായിട്ട് വരാം. ഡോ, എന്റെ പെട്ടിയൊക്കെ എടുത്ത് അകത്ത് വയ്ക്കും. ശരി മാഡം. നിങ്ങളൊന്ന് നിന്നേ. എല്ലാം അവസാനിച്ചെന്ന് കരുതി ആശ്വസിക്കണ്ട. കാര്യങ്ങള് ആരംഭിക്കുന്നതേ ഉള്ളൂ.
ചെവിക്കുറ്റി നോക്കി ഞാനൊന്ന് പൊട്ടിച്ചു. അതൊരു ചെറിയ എയർ പടക്കം മാത്രമായിരുന്നു, ജസ്റ്റ് സാമ്പിൾ. ആ ബോംബ് പുറകെ വരും. എന്താണ് നീ ഒരുമാതിരി വരട്ടുന്നേ? ഒരടിയിൽ തീർന്നതല്ലാന്ന് നിങ്ങളെ ഒന്ന് ഓർമ്മിപ്പിച്ചതായിരുന്നു. മാലപ്പടക്കം പോലെ പലതും പുറകെ വരും. പോടാ അവിടുന്ന്. ഋതു, നടക്കാൻ പോകുന്ന സുനാമി എന്താണെന്ന് ഒന്നിവരോട് പറഞ്ഞു കൊടുക്ക്. പാവല്ലേ, ഒന്ന് കരുതിയിരുന്നോട്ടെ. ആ അത് വേണ്ട. അതറിഞ്ഞ അതിനെതിരെ എന്തെങ്കിലും വൃത്തിയിട്ട കളികളുമായിട്ട് ഇവര് വരും. ആ അതുറപ്പാ. വരട്ടെ. വരാനാ ഇതൊക്കെ പറയുന്ന. ദി ഗ്രേറ്റ് ദീപക് എന്ന പൊന്നു മകനെ അമേരിക്കയിലേക്ക് അയക്കാന്ന് എന്തായാലും നിങ്ങൾ വിചാരിക്കേ വേണ്ട. ആ കൊടുങ്കാട്ടിലിട്ട് ഞങ്ങളെ ഉപദ്രവിച്ചതിന് അവൻ എന്തായാലും ഞങ്ങളൊരു പണി കൊടുക്കും. അതൊരേ കൂറ്റം പണിയായിരിക്കും. അമേരിക്കയിലേക്കുള്ള അവന്റെ പോക്ക് നടക്കില്ലെന്ന് മാത്രമല്ല, ആ അനന്തപിള്ളയുടെ മകളുമായിട്ടുള്ള കല്യാണവും നടക്കില്ല. അതിന് കണ്ട സ്വപ്നം അങ്ങ് മറന്നേക്ക്. അങ്ങനെയാണെങ്കിലേ ഞാൻ പറയുന്നത് കൂടി കേട്ടിട്ടേ അങ്ങ് കേറിയാ മതി. എന്താണ് ക്വസ്റ്റ്യൻ പേപ്പർ മന്ത്രിക്ക് പറയാനുള്ളത്? പ്രതാപനെ ശുശ്രൂഷിക്കാൻ പത്മയെ വേഷം കെട്ടിച്ച് സിസ്റ്റർ പവിത്രയായി ഇവിടെ കൊണ്ടുവന്നതും ആൾമാറാട്ടം നടത്തി പറ്റിച്ചതും ഞാൻ നിന്റെ തന്തയോട് തുറന്നു പറയും. ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ വെറുക്കുന്ന ഒരുത്തിയാണ് തന്നെ ചികിത്സിച്ചെന്നറിഞ്ഞ അവനെ ഒരു കൊടുങ്കാറ്റായിട്ട് അങ്ങ് മാറും. പിന്നെ അവൻ എന്താ പ്രവർത്തിക്കുകയെന്നേ നിനക്ക് ചിന്തിക്കാൻ പോലും പറ്റില്ല. എന്റെ കരണത്തിട്ട് നീ അടിച്ച അടിയുടെ വേദന അതെന്റെ ഹൃദയത്തിലേക്ക് പടർന്നു നീറുകയാ. നിനക്കെതിരെ ഇതിന് പകരം വീട്ടിയില്ലെങ്കിൽ പിന്നെ എന്തിനാടി ഈ അംബികാവർമ്മ ജീവിച്ചിരിക്കുന്നേ? അവനിങ്ങ് വരട്ടെ. ഈ കാര്യം പറഞ്ഞിട്ടേ ബാക്കി കാര്യമുള്ളൂ. നീയും ഇവനും എന്നേക്കുമായി ഈ വീടിന്റെ പടി ഇറങ്ങി പോകുന്നത് എനിക്കൊന്ന് കാണണം.